ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഒരു ദിവസം കൂടെ ആശംസിച്ചുകൊണ്ട് അല്പസമയം കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനിടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മലാഖി പ്രവചനത്തിൽ കൂടെ 37 ചോദ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചോദിക്കുമ്പോൾ അതിൻ്റെ 4ാമത്തെ ചോദ്യാവലിയായ പ്രവചനം എന്താണെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. അതിലിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. മലാഖി പ്രവചനം 1:6 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇവിടെ പുരോഹിതന്മാരോടാണ് ചോദിക്കുന്നത്. ആരാണ് ഈ പുരോഹിത വർഗം? പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ പത്രോസിൻ്റെ 1 പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 9ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യം ഇപ്രകാരമാണ്. ഞാൻ മൊത്തത്തിൽ വായിക്കാം. 9ാമത്തെ വാക്യം മൊത്തത്തിൽ വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധ ജാതി, അതുമാത്രമല്ല പുരോഹിത വർഗമെന്നാണ്. നമുക്ക് പൗരോഹിത്യ നിയമപ്രകാരം നാം സ്നാനമേറ്റ് തിരുവത്താഴത്തിൽ കർത്തൃമേശയിൽ അവകാശമാകുന്നതോടുകൂടെ നാമും പുരോഹിത വർഗമായി തീരുകയാണ്. അപ്പോൾ അത്രത്തോളം പുരോഹിത വർഗമായി തീർന്ന നാം എന്തുകൊണ്ടാണ് ഇവിടെ സ്വർഗത്തിലെ ദൈവം ഇവിടെ പറയുന്ന വാക്ക് മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ? അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപ്പനെങ്കിൽ നാം അപ്പനെ ബഹുമാനിക്കുന്നില്ലെന്നാണ്. യേശു പിതാവായ ദൈവം തന്നെ കൊടുത്ത ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളിൽ 5ാമത്തെ നോക്കുമ്പോൾ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപ്പനായിരിക്കുമ്പോൾ ആ അപ്പനെ നാം ബഹുമാനിക്കാറുണ്ടോ? പകരം നാം ഇന്ന് ഓരോരുത്തരും ബഹുമാനിക്കുന്ന നമ്മുടെ കയ്യിലുള്ള മൊബൈലിനെയാണ്. മൊബൈലിനെ ആശ്രയിച്ചുകൊണ്ട് ബഹുമാനിക്കുമ്പോൾ നാം ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുക്കി വച്ചിരിക്കുന്ന നമ്മുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക നാം ഒരുക്കമല്ല. അതാണ് ഇവിടെ സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ നിങ്ങളുടെ ദാസനാണെങ്കിൽ നിങ്ങൾ എന്നെ എപ്രകാരമാണ് ബഹുമാനിക്കേണ്ടത് അല്ലെങ്കിൽ മാനിക്കേണ്ടത്? ഇതൊന്നും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകതകളിൽ നമ്മോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ എപ്രകാരമാണ് ബഹുമാനിക്കുന്നത്? ഞാൻ നിങ്ങൾ അനുദിനവും പോറ്റി പുലർത്തുമ്പോൾ നിങ്ങൾക്ക് എന്നെ ബഹുമാനിക്കുവാൻ സാധ്യമല്ലാതിരിക്കുന്ന കാരണം എന്താണ്? പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം തന്നെ തൻ്റെ പരിശുദ്ധാത്മാവിനെ കാത്തുവരും.